ഇറാനിൽ നിന്ന് വാർത്ത. ഇറാന്റെ ഭരണ നേതൃത്വത്തിൽ ആരെയും ബാക്കി വെക്കില്ല എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കുന്നത്. ഇറാൻ ഭീകര രാഷ്ട്രമെന്നും ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു. വിവരങ്ങളുമായി സുഹേൽ മുഹമ്മദ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. സുഹേൽ, എന്താണ് ട്രംപിന്റെ പുതിയ ഭീഷണി? ഡോക്ടർ ഉന്മേഷ്, തുടക്കത്തിൽ ആണവ നിരായുധീകരണം, പിന്നീട് റെജിം ചേഞ്ച്, ഏറ്റവും ഒടുക്കം ഇത് അവിടെ ഭരിക്കുന്ന ആരും വെച്ചേക്കില്ല എന്ന ഭീഷണി ട്രംപ് ഉയർത്തുന്നത്. അതായത് അടിക്കടിക്ക് ഈ പറഞ്ഞ ഇറാൻ യുദ്ധത്തിന്മേൽ മാറി മാറി ട്രംപിന്റെ ഫോക്കസ് പോകുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ പ്രസ്താവന വരാൻ പ്രധാനപ്പെട്ട കാരണം ആയത്തുള്ള അലി ഖമനയുടെ കൊലപാതകത്തിന് ശേഷം, അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖമനെ ഇല്ലാതാക്കിയതിനു ശേഷം ഏറ്റവും വലിയ രണ്ട് ഉന്നത നേതൃത്വങ്ങളെ ഇല്ലാതാക്കൽ, അടിച്ചമർത്തൽ, അമർച്ചകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് സുരക്ഷാ ഉപദേഷ്ടാവ് കൂടി അലി ലാരിജാൻ, ഒപ്പം തന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ കമാൻഡിംഗ് ബാസിക് കമാൻഡർ ഗോലം റസ. അതിന് ഏറ്റവും ഒടുക്കം അല്പമണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തുവന്ന വിവരമനുസരിച്ചാണെങ്കിൽ അവിടുത്തെ ഇന്റലിജൻസ് വകുപ്പ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ് അടക്കമുള്ളവരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന വാർത്തയാണ് അമേരിക്കയും ഇസ്രയേലും സ്ഥിരീകരിക്കും. ഇറാനും ഏറെക്കുറെ കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തുന്നത്. അതായത് ഇതിന്റെ മേൽനിരയുള്ള ഓരോരുത്തരെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ട്രംപിന്റെ ലക്ഷ്യമെന്നാണ് നിലവിലെ ട്രംപിന്റെ ആഹ്വാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും ഭരണമാറ്റം എന്നത് സാധ്യമാകുമെന്ന കാര്യം നമുക്ക് തീർച്ചയില്ല. കാരണം ഇറാൻ ഇപ്പോൾ താൽക്കാലികമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താൽക്കാലിക ഭരണ കൗൺസിലാണ്. അതിലുള്ളത് പ്രധാനമായും സുപ്രീം, അതായത് ഒരു സ്കോളറായ അവിടുത്തെ പണ്ഡിതനായ ആയത്തുള്ള അലി റസ, പിന്നെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, അതോടൊപ്പം തന്നെ അവിടുത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഇവർ 3 പേരടങ്ങുന്ന ഒരു താൽക്കാലിക കൗൺസിലാണ് ഇപ്പോൾ ഇറാൻ ഭരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭരണ നേതൃത്വത്തിന് ഇപ്പോഴും കോട്ടം തട്ടിയിട്ടില്ല. അവർ തന്നെയാണ് വോയിസ് ഓഫ് കമാൻഡ്, അവർ തന്നെയാണ് മിലിറ്ററി എങ്ങനെ പ്രവർത്തിക്കണം, ഇന്ത്യൻ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കണം നടക്കുന്ന കാര്യങ്ങൾ ഒരു തീർപ്പ് പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ ഈ അലി ലാരിജൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രജ്ഞനായിരുന്നു. അലി ലാരിജന്റെ കൊലപാതകം ഇറാന് വലിയ തിരിച്ചടിയാണ്, സംശയമില്ല. ഇനി യുദ്ധം എങ്ങോട്ട്, ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ ലോകരാജ്യങ്ങൾ സഹായം അടക്കം ട്രംപ് തേടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം. ഡോക്ടർ ഉമേഷ്, ശരി, സുഹേൽ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.